ജീവിതത്തിന്റെ വലിയൊരു ഭാഗം ഒരു ധ്യാനം പോലെ പഠിച്ചു, ഡിഗ്രികൾ എടുത്തു, കുട്ടികളുടെ പ്രിയപ്പെട്ട അധ്യാപകനായി. ഇതെല്ലാം വലിച്ചെറിഞ്ഞിട്ട് ഇനിയുള്ള കാലം ഈ നാറുന്ന തെരുവിൽ കഴിച്ചുകൂട്ടാമെന്നാണോ നന്ദൻ തീരുമാനിച്ചിരിക്കുന്നത്? എനിക്ക് വല്ലാത്ത വിഷമമുണ്ട് നന്ദ. എനിക്ക് അതാണല്ലോ ഇഷ്ടം. എന്റെ ജീവിതം എങ്ങനെ ജീവിച്ചു തീർക്കണമെന്ന് താനല്ല തീരുമാനിക്കുന്നത്, മനസ്സിലായോ? എന്നെങ്കിലും ഒരിക്കൽ നന്ദന് മനസ്സിലാകും ചെയ്യേണ്ടിയിരുന്ന പല കാര്യങ്ങളും ചെയ്തില്ല എന്ന്. അപ്പൊ കുറ്റബോധം തോന്നും. ഇപ്പൊ ഉണ്ടെന്ന് തോന്നുന്ന മനസ്സമാധാനം വെറും പൊള്ളയായിരുന്നു എന്ന് തിരിച്ചറിയുകയും ചെയ്യും. ഇങ്ങനെ ഒളിച്ചോടാൻ മാത്രം ഒന്നും ഉണ്ടായിട്ടില്ല. ഉണ്ടായിട്ടില്ലേ? ഇല്ലേ? ഒക്കെ അറിയാമെന്ന് താനാണോ ഈ പറയുന്നത്? വെറുതെ എന്നെ ഒരാൾ ഓർമ്മിപ്പിക്കരുത്. എനിക്ക് വയ്യ. തനിക്ക് ഇവിടെ നിന്ന് പോയിക്കൂടെ? ഞാൻ വേദനിപ്പിച്ചെങ്കിൽ ക്ഷമിച്ചേക്കിടും. എന്ന് തനിക്കറിയില്ലേ? തന്നെ എനിക്ക് സ്നേഹമാണെന്നറിയില്ലേ? തന്റെ സുഖത്തിലും ദുഃഖത്തിലും ഒപ്പം നിന്നവനല്ലേ ഞാൻ. ഇവിടം വരെ വന്ന് തന്നെ ഞാൻ വിളിക്കുമ്പോൾ അതിൽ വല്ല കാര്യവും കാണുമെന്ന് താൻ മനസ്സിലാക്കണം. വരണം നന്ദ, എന്റെ കൂടെ താൻ എന്തായാലും വരണം. പോയിട്ട് ഒരു വിവരമില്ലാതെ വിഷമിച്ചിരിക്കായിരുന്നു ഞാൻ. സാറിനെ കണ്ടോ ഇല്ലയോ? എന്താ ഒന്ന് ഫോൺ ചെയ്യാതിരുന്നത്? അതൊന്നും പറ്റിയില്ല. നന്ദൻ വാ. നന്ദൻ സാർ വല്ലാതെ ക്ഷീണിച്ചല്ലോ. എവിടെ ക്ഷീണിച്ചു? ഇത് യാത്രാ ക്ഷീണ. എത്ര മണിക്കൂറാ തീവണ്ടിയിലിരുന്നത്? നന്ദനിരിക്കും. രഹന പണ്ടത്തേതിൽ ഒന്ന് തടിച്ചു. ഇല്ലേ നന്ദ? ഇവിടെ ബാപ്പ മരിച്ചു, സ്വത്ത് പാർട്ടീഷനായി. കിട്ടിയ പണം ബാങ്കിലിട്ടില്ല. ഇഷ്ടം പോലെ ഇറച്ചിയും മീനും വാങ്ങി തന്നു തീർത്തു. ആ തടിയാ പാർട്ടീഷൻ തടി. അരമണിക്കൂറിനകം സംഭവബഹുലമായ ഭക്ഷണ പദാർത്ഥങ്ങൾ ഡൈനിങ് ടേബിളിൽ നിരന്നിരിക്കണം. വയറ്റിൽ തീ ആളിപ്പട്ടരാണ് ചെറിയല്ലേ? നന്ദൻ പോയി കുറച്ചു കഴിഞ്ഞപ്പോ ഞാൻ ഈ വീട് വാങ്ങിച്ചു. മുകളിൽ ആർക്കെങ്കിലും വാടക കൊടുക്കാമെന്ന് രഹന പറഞ്ഞെങ്കിലും നന്ദൻ താമസിച്ചെടുത്ത് വേറൊരാളെ സങ്കല്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ല. മിടുക്കനായ ഒരു അധ്യാപകനെയാണ് കോളേജിന് നഷ്ടപ്പെട്ടത്. റീഇൻസ്റ്റേറ്റ് ചെയ്യാൻ ചിലപ്പോൾ മാനേജ്മെന്റ് തയ്യാറായേക്കും. വേണ്ട, ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ആ വീട്ടിലിപ്പോ പിഷാരടി സാറാ താമസിക്കുന്നത്. അറിയില്ലേ കവി NK പിഷാരടി? വേണ്ട റഹ്മാൻ, എനിക്ക് വയ്യ. ഞാൻ വന്ന് പോയിക്കോട്ടെ. എന്തുണ്ടായി നന്ദൻ? അറിയില്ലേ, ഇനി ഒരിക്കലും വരരുന്ന് ആഗ്രഹിച്ച സ്ഥലത്ത് വീണ്ടും എന്തിനാണ് എന്നെ ഇവിടേക്ക് കൊണ്ടുവന്ന്? നന്ദൻ, രാത്രി ഏതായാലും ഇത്രയും വൈകിയില്ലേ? തൽക്കാലം സമാധാനമായിട്ട് ഉറങ്ങും. എല്ലാം കാലത്ത് പറയാം. ഗുഡ് നൈറ്റ്. അതെ, യുവർ ഗുഡ് നെയിം സർ? നന്ദൻ, നന്ദകുമാർ വർമ്മ.
അയ്യോ കുരിശ് വരുന്നുണ്ട്. ഞാനേ പകപ്പെന്ന് പറഞ്ഞു, അല്ലെങ്കിൽ ചായയുടെ ദോശ ഉണ്ടാക്കാൻ പറഞ്ഞു. ഗുഡ് മോർണിംഗ്. താങ്ക് യു. എവിടെയാ ചട്ടയും കൊണ്ടു? ആ, ചട്ടയും കൊണ്ടും കടയിൽ പോയി. ഇല്ലല്ലോ, അതിന് നിഴല് പുറകോട്ട് പോകുന്ന ഞങ്ങൾ കണ്ടു. മറിയാമ്മ ചേർത്തി, ഇന്ന് ഞങ്ങൾക്കും വേണം ബ്രേക്ക്ഫാസ്റ്റ്. പഴങ്കഞ്ഞി വേണ്ട, പുട്ടും കടലയും മതി. അവളുടെ ഒരു പുട്ടും കടലയും. ഞാനൊരു കാര്യം പറഞ്ഞേക്കാം. ഇവിടെയുള്ള നിങ്ങൾ 4 എണ്ണത്തിന് വെച്ച് വിളമ്പിയേ ഞാൻ ഈ കോലത്തിലായി. ഇനി വരുന്നതിനൂടെ വെച്ച് വിളമ്പാനേ എന്നെ കിട്ടത്തില്ല. അതിനെ വേറെ ആളെ നോക്കണം. അവളുടെ ഒരു പുട്ടും കടലയും. ഇന്ന് പതിപോലെ തന്നെയാ. വേഗം റെഡിയാവ്. ഞങ്ങളുടെ സമയം ആവുന്നില്ലേ ഉള്ളൂ. 9:25. ഇപ്പൊ ബെല്ലടിക്കും. വേഗം വാ. കഞ്ഞി പഴങ്കഞ്ഞി മതിയോ അതോ ഇനിയും വേണോ? ഇപ്പോഴത്തേക്ക് ഇത്രയും മതി. ചേർത്തി പുട്ടും കടലയും റെഡിയായില്ലേ? ഓ ഉണ്ട്. ഇന്ന് അതുകൂടെ എടുത്തേക്ക്. എന്റെ കർത്താവേ, ഈ തിന്നുന്നതൊക്കെ എവിടെ പോണമെന്തോ. മറിയാമ്മ ചേർത്തിയുടെ പഴങ്കഞ്ഞി ചെത്തറിന് ലാൻഡ് ചെയ്തിട്ടുണ്ട് കെമിസ്ട്രി സാറ്. സാറോ? നമ്മുടെ ജോസഫ് സാറിനെ പോലെ കിളവൻ കഷണ്ടി ഒന്നും അല്ല. റഹ്മാൻ സാറിനെ പോലെ ഈടിയ മീനും അല്ല. 6 അടി 2 ഇഞ്ചിലൊരു യുവ കോമള. 2 ഇഞ്ച് നീ കൂട്ടി പറഞ്ഞോ. കിടക്കെട്ടെന്ന് എന്റെ വകയായിട്ട്. നിങ്ങൾ എങ്ങനെ അറിഞ്ഞു? മെസ്സേജ് കൊണ്ട് ആളെത്തി. എവിടെ അവള്? അപശ്രുതി ചത്തോ? ചത്തോ നിന്റെ പറത്ത വല്യപ്പനാടി. ഓ, ജീവനുണ്ട്. മതിയുടെ കുളിച്ചത്. ഇറങ്ങി വാ. ഇങ്ങനെ ഇറങ്ങി വന്നാ ബോറാവും. വാഷിംഗ് പൗഡർ നിർമ്മ, വാഷിംഗ് പൗഡർ നിർമ്മ. വാഷിംഗ് പൗഡർ തേച്ചാണ് കുളിക്കുന്നത്. വെണ്മയെത്രയോ വെണ്മയെത്രയോ വെണ്മയെത്രയോ. ഓ, ഇവിടെ വെളുക്കാൻ വേണ്ടി നീലം മുക്കുക. നമ്മുടെ കോളേജ് ആവുന്ന മരുഭൂമിയിലേക്ക് ആദ്യത്തെ മഴത്തുള്ളിയായി ഒരു പുതിയ സാർ വന്നെത്തിയിരിക്കുന്നു. ഞാൻ കേട്ടു. അതാണ് കുളി വിസ്തരിച്ചാക്കിയത്. ഗ്ലാമർ ഒട്ടും കുറയരുതല്ലോ. അതുള്ളവര് നോക്കിയാ പോരെ? അതെ, അതുള്ളവരുടെ കാര്യം പറഞ്ഞേ. പറ, നമ്മൾ എങ്ങനെ തുടങ്ങണം? സാറിന് എന്തായാലും ഒരു ഗംഭീര സ്വീകരണം കൊടുക്കണം. കൊടുക്കാം. എങ്കിൽ റെഡി? സ്റ്റാർട്ട്. The knowledge about your own potentialities is essential when you approach any subject. The moment a student feels confident about his potentialities and goes about the learning business with determination and grit, there is no stopping him, and there is hardly anything that he cannot accomplish. For this you need inspiration. I'll try my level best to give you that inspiration. എക്സ്ക്യൂസ് മീ സർ. Yes? Shall we? ഈ ക്ലാസ്സിലാണോ? അതെ സർ, ഇന്നലെ വരെ ഞങ്ങൾ ഈ ക്ലാസ്സിലായിരുന്നു. എന്താ ലേറ്റ് ആയത്? പൗഡർ തീർന്നു പോയി സർ. സൈലൻസ്. എന്താ പറഞ്ഞേ? ഈ മോട്ടറിന്റെ പൗഡർ ഇല്ലേ, ആ തീർന്നു പോയി സർ. പിന്നെ അത് ഷോപ്പിൽ പോയി വാങ്ങിക്കൊണ്ടുവന്നു. നോക്കിയപ്പോ ടിന്നിന് ഹോളില്ല അല്ലേ? പിന്നെ റാണി തപ്പിയെടുത്തോ ഹോൾസ് ഉണ്ടാക്കി ഞങ്ങൾ എല്ലാരും പൗഡർ ഇട്ട് വന്നപ്പോ നേരെ അങ്ങ് വൈകി. പുതിയ സാറിന്റെ ആദ്യത്തെ ക്ലാസ് വരുമ്പോ ഞങ്ങൾ ഇച്ചിരി സുന്ദരികളാവണ്ടേ? നിലവാരമുള്ള തമാശകൾ കേട്ടാലേ ചിരിക്കാവൂ. പഠിത്തത്തിലൂടെയും നല്ല പെരുമാറ്റത്തിലൂടെയും വേണം ശ്രദ്ധ പിടിച്ചു പറ്റാൻ. കയറിയിരുന്നോളൂ. താങ്ക് യു സർ. Okay, let's continue. 1 second sir. Yes? എന്റെ തമാശയ്ക്ക് നിലവാരമില്ലെന്ന് സാർ പറഞ്ഞല്ലോ. നിലവാരമുള്ള 1-2 തമാശ സാറ് പറഞ്ഞാ ഞങ്ങൾ ചിരിക്കാം. തമാശയല്ല എന്റെ സബ്ജക്ട്, കെമിസ്ട്രിയാണ്. എങ്കിൽ പിന്നെ എന്റെ തമാശയുടെ നിലവാരം സാർ എങ്ങനെ അളക്കും? എന്താ ഇയാളുടെ പേര്? ശ്രുതി. ശ്രുതി? ഞങ്ങളൊക്കെ അപശ്രുതി എന്നാ വിളിക്കാം. ഓഹോ. ഇവളുടെ പേര് അറിയോ സാറിന്? കാർബൺ കോപ്പി. കാർബൺ കോപ്പി വെച്ച് ലവ് ലെറ്റർ എഴുതലുള്ള പണി. ഒരു ലെറ്റർ പേര് മാറ്റി 4 മണ്ടൻ ബോയ്ഫ്രണ്ട്സ് അയച്ചവളാ. 4 പേർക്കല്ല 6 പേർക്ക്. Stop it. I won't tolerate any atrocities in my classroom. If anybody trying to play over smart, I'll clear them out. Mind it. But sir? No. My predecessor has gone up to isomerism. But still, I'll start with isomerism. What is isomerism? എന്നാ പിന്നെ സ്വീകരണം കൊടുക്കാല്ലേ? Simply a molecular formula is not the last word about an organic compound. The same set of atoms can be arranged in a number of ways to be more than one organic compound. For example, C4H10 is the
formula for beauty. എന്താ ഇവിടെ എന്താ ചോദിച്ചേ മിസ്റ്റർ നന്ദൻ വാട്ട് ദ ഹെൽ ഈസ് ഗോയിങ് ഓൺ ഹിയർ? I don't know. I think you know better than me about these girls. പുതിയ സാറിന് സ്വീകരണം കൊടുത്തതാ ആചാരവെടി. തോക്കില്ലാത്തോണ്ട് പടക്കം. ആഹാ അത്രക്കായ ആരാ ഇത് ചെയ്തത്? എനിക്കത് ഇപ്പൊ അറിയണം. ഒരു പുതിയ സാറ് വന്നാൽ ഇങ്ങനെയാണോ പെരുമാറുന്നത്? ഈ കോളേജിൽ ഒരു സൽപ്പേരുണ്ട്, ഒരു അന്തസ്സുണ്ട്. അത് കളഞ്ഞു വിളിക്കാൻ ശ്രമിക്കുക. ആരാ ഇത് ചെയ്തതെന്നാ ചോദിച്ചത്? 10,000 കുട്ടികൾ പഠിക്കുന്നുണ്ട് ഈ കോളേജില്. എന്നിട്ട് ആ ക്ലാസ്സിൽ നിന്ന് മാത്രമാണല്ലോ കംപ്ലൈന്റ്. അറിഞ്ഞോണ്ടായിരുന്നല്ലേ ഞങ്ങൾ എന്ത് പണിഷ്മെന്റ് ഡിസേർവ് ചെയ്യുന്നുണ്ട്. ഇതിപ്പോ കോളേജിലേക്ക് ഇറങ്ങാൻ നേരത്താ ഡാഡിയുടെ കത്തും പാഴ്സലും വന്നത്. ദീപാവലി അല്ലേ, പൂക്കും കൂട്ടുകാരും കത്തിക്കാൻ ഇത്ര പടക്കം അയക്കുന്നു എന്ന് കത്തിൽ എഴുതിയിരുന്നു. ഇവിടെ ഞാൻ കിട്ടാത്തൊരു സാധനമാണോ പടക്കം? പടക്കം വാങ്ങാൻ പണം അയച്ചാ പോരെ ഡാഡിക്ക്? ഒരു അബദ്ധം എനിക്ക് പറ്റി മാഡം. ഞാനത് ക്ലാസ്സിൽ വെച്ചും തുറന്നു നോക്കിപ്പോയി. പക്ഷെ ആ നേരത്തെ എവിടുന്നാ സ്പാർക്ക് ഒന്നും എനിക്കറിയില്ല. എന്റെ കഷ്ടകാലം. പടക്കം അങ്ങ് പൊട്ടി. ഡാഡിയാണ് സത്യം. ഇതാണ് സംഭവിച്ചത്. ഡാഡി എഴുതിയ കത്തിഞ്ഞെടുക്കൂ കാണട്ടെ. പടക്കത്തിനൊപ്പം അതും കത്തിപ്പോയി. ഈ ബ്ലണ്ടേഴ്സ് ഒന്നും ഞാൻ വിശ്വസിക്കില്ല. പക്ഷെ ഇത്ര സ്പോണ്ടേനിയസ് ആയിട്ട് ഇങ്ങനെ ഒരു കഥ ഉണ്ടാക്കിയല്ലോ മാഡം. നോ, ഞാൻ ഒരു ചാൻസ് കൂടി തരുന്നു. ഇനി ചെറിയൊരു കംപ്ലൈന്റ് കിട്ടിയാൽ മതി. ഒരു ദാക്ഷിണ്യം ഉണ്ടാവില്ല, മനസ്സിലായോ? കഴിക്കാൻ എന്തെങ്കിലും വാതില് വേണ്ടെങ്കിൽ അതങ്ങ് മാറ്റാം. എന്തിനാ ദിവസം അതിങ്ങനെ ചവിട്ടി വിളിക്കുന്നേ? എന്നും ചവിട്ടിയാലല്ലേ എന്നും ചേർത്തിട്ട് തെറിയേക്കാൻ പറ്റൂ. അറിഞ്ഞോ വിശേഷം? അറിഞ്ഞില്ല. ഇന്നയുടെ ക്ലാസ്സിൽ പടക്കം പൊട്ടി. അതാണ് അരി കൈകിടുമ്പോ പൊട്ടോന്നൊരു ശബ്ദം ഞാൻ കേട്ടത്. എങ്ങനെ? ആചാരവെടി. ഞങ്ങളുടെ പുതിയ കെമിസ്ട്രി സാറിനൊരു വെൽക്കം. നോക്കിക്കോ കുട്ടിയുടെ തോന്നിയാസം മുഴുവനും ഞാൻ അപ്പച്ചനെ എഴുതി അറിയിക്കുന്നുണ്ട്. കുഞ്ഞുമോട് അപ്പച്ചൻ ഏർപ്പാടാക്കിയ ആളാണെന്ന് വെച്ച് അങ്ങനെ കുഞ്ഞുമോളെ മാത്രമായിട്ട് നന്നാക്കലൊന്നും വേണ്ട. ഗുണദോഷിക്കുമ്പോ ഞങ്ങളൊക്കെ അതിൽ ഉൾപ്പെടുത്തണം. കാരണം ഞങ്ങൾക്ക് നന്നാവണം. എന്നാ എല്ലാരും നിരന്നിരിക്കെ ഞാൻ കുറച്ചു നേരം ഗുണദോഷിക്കാം. ഗുണദോഷിക്കാൻ പറ്റിയ ചരക്ക് പോയി കഴിക്കാൻ വല്ലതും എടുക്കുകളവി. ദേ, എന്നെ കേവിന്ന് വിളിക്കരുത്. അത് മാത്രം എനിക്ക് പിടിക്കില്ലെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. ഞാൻ കല്യാണം കഴിച്ചാലേ നിങ്ങളെപ്പോലെ 3-4 എണ്ണത്തിന് പെറണമല്ലോന്ന് വിചാരിച്ചിട്ടാ ഞാൻ കല്യാണം പോലും കഴിക്കാതെ കന്യായിട്ട് നിൽക്കുന്നത്. ശരി കന്യാമറിയാമേ, പോയി കാപ്പി എടുത്ത് വെക്ക്. മുകളിലത്തെ വീട്ടിൽ വേറെ ആള് വന്നോ? ഒരു പാന്റ് കയറി കയറി പോന്നു. എന്റെ അമ്മേ, നമ്മുടെ പടക്കം. ആരാ ഉഞ്ഞാത് പടക്കം തെറ്റോടെ? ഒരുപാട് പടക്കം പൊട്ടും ചേർത്തി ഇവിടെ. ഇത് തന്നെ ഞങ്ങളുടെ സ്വീറ്റ് സ്മാർട്ട് ഹാൻഡ്സം കെമിസ്ട്രി സർ. അങ്ങേരുടെ ജാതകത്തിലെ ഇപ്പൊ കണ്ടക ശനിയായിരിക്കും. അല്ലെങ്കിൽ ഇവിടെ തന്നെ വന്ന് ചാടുവോ? മാഷേ, ഉച്ചയ്ക്ക് ശേഷം സാറ് പോയി ഷോപ്പിംഗ് ഒക്കെ നടത്തിയല്ലേ? അങ്ങനെയൊന്നുമില്ല. എന്തെങ്കിലുമൊക്കെ വെച്ചുണ്ടായി കഴിക്കണ്ടേ? എന്ത് കഴിക്കാൻ? ഞാൻ സാറിനോട് പറഞ്ഞല്ലേ എന്ത് വേണേലും താഴെന്നാവാന്ന്. അതൊക്കെ ബുദ്ധിമുട്ടാവില്ലേ? ആർക്ക്? എന്റെ സാറേ, എനിക്കും രഹനക്കും വേണ്ടി എന്തായാലും അടുപ്പ് കത്തിക്കണം. ആ കൂട്ടത്തിൽ ഒക്കെ വാങ്ങിച്ചു അല്ലേ? നിങ്ങളൊരു മനുഷ്യപ്പറ്റില്ലാത്ത ആളാണെന്ന് തോന്നുന്നു. അതല്ല, ഭക്ഷണ കാര്യത്തിൽ എനിക്ക് എന്റേതായ ചില ശീലങ്ങളൊക്കെ ഉണ്ട്. അതെനിക്കുണ്ട്. എനിക്ക് മാത്രമല്ല രഹനയ്ക്കുണ്ട്. ഇന്ത്യ മഹാരാജ്യത്തിലെ ഓരോ വ്യക്തിക്കുണ്ട്. എന്ന് വെച്ച് എല്ലാവരും തന്നെത്താൻ ഭക്ഷണം ഉണ്ടാക്കി കഴിക്കണമെന്നുണ്ടോ? ചായ എനിക്ക് ചായ വേണ്ട. എന്താ മുസ്ലിം ചായ കുടിക്കില്ലേ? അതല്ല, പുറത്തുനിന്ന് ചായ കഴിച്ചിട്ടാ വന്നത്. എന്നാൽ ഒരു ചായ കുടിക്കാം. ഒരു സഹവീടന്റെ അവകാശമാണത്. സാറിന്റെ ഭാര്യ ഇങ്ങോട്ട് വരുന്നില്ലേ? ഞാൻ കല്യാണം കഴിച്ചിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ല? ഇത്രയും പ്രായമായിട്ടും? എത്രയും പ്രായമായിട്ടും? അല്ല, സാറിന് എന്റെ പ്രായം സംശയമാണ്. മിസ്റ്റർ റഹ്മാൻ കല്യാണം കഴിച്ചിട്ട് എത്ര നാളായി? 5 വർഷം ആവുന്നു. കുട്ടികൾ ഇല്ല, വേണ്ടെന്ന് വെച്ചതാണ്. ഒരു 15 വർഷത്തേക്ക്. 15 വർഷത്തേക്ക്? അതിനെന്താ ഇത്ര ചിരിക്കാൻ? അല്ല, ദിനം പ്രതി വില കയറുന്ന ബേബി ഫുഡ്, ഹാർട്ട് അറ്റാക്ക് ഉണ്ടാക്കുന്ന സ്കൂൾ ഫീസ്, പിന്നെ തുണി, മണി, ചപ്പ്, ചവറ്. ഇനിയുള്ള കാലത്ത് ഒരു കൊച്ചിന്റെ ബാപ്പയാവോ ഉമ്മയാവോ എന്നൊക്കെ പറയുന്നത് വെറും സ്വപ്ന. നടക്കൂല സാറേ. പിന്നെ എന്തിനാ കല്യാണം കഴിച്ചത്? കല്യാണത്തിന് വേറെ ഉദ്ദേശങ്ങളൊന്നുമില്ലേ? എന്നാലേ സാറിനോട് ഞാൻ നേര് പറയാം. എനിക്കും രഹനയ്ക്കും ഒരു ദിവസം പോലും വേർതിരിഞ്ഞ് ജീവിക്കുന്നത് ഇഷ്ടമല്ല. പ്രഗ്നന്റ് ആയാൽ ലീവ് എടുക്കണം. പ്രസവരക്ഷ എന്നൊക്കെ പറഞ്ഞൊരു 3 മാസം വേറെ, അങ്ങനെ ഒരു 6 മാസം യാതൊരു ആക്ടിവിറ്റി ഇല്ലാതെ ജീവിക്കണേ. ഏത് സാറിന് മനസ്സിലായോ?
നമുക്കൊക്കെ വേറെ എന്ത് എന്റർടൈൻമെന്റ്. അതുകൊണ്ടാണ് കൊച്ചുങ്ങൾ വേണ്ടെന്ന് ഞങ്ങൾ തീരുമാനിച്ചത്. പിന്നെ ഞങ്ങൾക്ക് കൊച്ചുങ്ങളില്ലെങ്കിലും കൂട്ടിന് സംഗീതമുണ്ട്. മനസ്സിലായില്ല അല്ലേ? ഞാൻ നല്ലൊരു പാട്ടുകാരനാണ്. കോളേജിലെ ഏത് പരിപാടിക്കും ഞാൻ പാടും. വേണേ ഇപ്പൊ പാടാം. ചന്ദനലേപ സുഗന്ധം ചൂടിയ താരോ കാറ്റോ കാമിനിയോ, ചന്ദനലേപ സുഗന്ധം മൈവർണ്ണച്ചപ്പു തുറന്നു കൊടുത്തത് യൗവനമോറുതു ദേവതയോ. മൈവർണ്ണ എന്താ രഹനെ? ചന്ദനലേപ സുഗന്ധം. ഒന്നിങ്ങോട്ട് വന്നേ. ഞാൻ സാറിനോട് പാട്ട് പാടി കൊടുക്കാണ്. അതുകൊണ്ട് തന്നെ ഇങ്ങോട്ട് വരാൻ പറഞ്ഞത്. ചന്ദനലേപ സുഗന്ധം. അല്ല ഏതായാലും വിളിക്കല്ലേ ചെല്ല്. അല്ല, ഞാൻ പറഞ്ഞില്ലേ സാറിനോട്, അവൾക്ക് എന്നെ ഒരു നിമിഷം പിരിഞ്ഞിരുന്നൂടാ. ഞാൻ ബാക്കി വന്ന് പിന്നെ പാടാം. എന്താ രഹനെ? നിങ്ങൾക്ക് എന്നെ ദ്രോഹിച്ച പോരെ? അങ്ങേര് വന്നു കയറിയല്ലേ ഉള്ളൂ, ഉടനെ തൊള്ളേം തുറന്ന് അങ്ങോട്ട് പായണോ? പാട്ട് പാടുന്ന ക്രിമിനൽ കുറ്റ? നിങ്ങൾ പാടുമ്പോ അത് അങ്ങനെ തന്നെയാ. ഇങ്ങോട്ട് വന്നേ. എന്താ രഹനെ നീ പറയുന്നത്? കഴിഞ്ഞ കൊല്ലത്തെ കോളേജ് ഡേക്ക് ഇതേ ചന്ദനലേപ സുഗന്ധം പാടിയപ്പോ എന്തായിരുന്നു കയ്യടി? ആ, കയ്യടി രണ്ട് രീതിയിലുണ്ട്. ഒന്ന് പ്രോത്സാഹനം, മറ്റേ നിർത്തിയിട്ട് പോടാന്ന അർത്ഥത്തില്. നിങ്ങൾക്ക് കിട്ടിയ കയ്യടി രണ്ടാമത്തെ വകുപ്പിൽപ്പെടും. അതെനിക്കൊരു പുതിയ അറിവാ. ഇവിടെ ഇരിക്കും. ശബ്ദം കുറച്ച് തന്നെത്താൻ പാടി സ്വയം രസിക്കും. എങ്കിൽ നീ ഇരിക്കും, നമുക്കൊരു യുഗ്മഗാനം പാടാം. വല്ലവരും കാണും. കാണട്ടെ. ഞാൻ നന്ദ സാറിനോട് നമ്മുടെ ജീവിത രഹസ്യം മുഴുക്കെ അങ്ങ് പറഞ്ഞു. എന്ത് രഹസ്യം? കൊച്ചുങ്ങൾ ഇപ്പോഴൊന്നും വേണ്ടെന്ന് നമ്മൾ തീരുമാനിച്ചില്ലേ, അതിന്റെ കാരണം. അയ്യോ, ഈ മനുഷ്യൻ. ഇനി ഞാൻ എങ്ങനെ സാറിന്റെ മുഖത്ത് നോക്കും? നീ എന്തിനാ ആ സാറിന്റെ മുഖത്ത് നോക്കുന്നത്? നിനക്ക് നോക്കാനല്ലേ മനോഹരമായ ഈ മുഖം. നോക്ക്, ഇതാ നോക്ക്. ഇതെന്താ? സാർ തേനീച്ച വളർത്തുന്നുണ്ടോ? സാറ് തേനീച്ചയെ വളർത്തും, ഉറുമ്പിനെ വളർത്തും, കുരങ്ങിനെ വളർത്തും. അത് സാറിന്റെ ഇഷ്ടം. നിങ്ങൾക്കെന്താ? സാറ് പാവായതുകൊണ്ട് കളിച്ചു നോക്കുന്നതാണ്. എന്നെ ഇവളുമാർക്ക് ഭയങ്കര പേടിയാ. വിരട്ടിക്കളയും ഞാൻ. റഹ്മാൻ സാർ ഇന്ന് ഫുൾ ഷൈനിങ്ങിലാണല്ലോ. ഇന്ന് ക്ലാസ് കാണിച്ച തോന്നിയാസത്തിന് പ്രിൻസിപ്പൽ വെറുതെ വിട്ടെന്ന് കരുതി അടങ്ങി ഒതുങ്ങി ജീവിച്ചില്ലുണ്ടല്ലോ. കേട്ടോ സാർ, സാധാരണ ഞങ്ങൾ വീട്ടിന്റെ വെളിയിൽ ഇറങ്ങുമ്പോ അകത്ത് കയറി വിളിക്കാറുള്ള ആളായത്. ഞാനോ? ഞങ്ങൾ ഞങ്ങളുടെ കെമിസ്ട്രി സാറിനോട് സംസാരിക്കുന്നത്. സാർ ഇതിൽ ഇടപെടണ്ട. ഞാൻ ഇടപെടും. ആഹാ, എനിക്ക് മറ്റേ കാര്യം ഞങ്ങൾ റേന ടീച്ചറോട് പറയും. ഇവിടുത്തെ ബാത്റൂം എവിടെ? ഞാൻ മൂത്രം വെച്ചിട്ട് വരാം. ചുമ്മാതാ ഇവിടെ നോക്കി കണ്ണിറുക്കി കാണിച്ചു എന്നൊരു കള്ളക്കഥ. ഞങ്ങളെ സഹായിക്കണോ സാർ? സഹായം വേണമെന്ന് തോന്നുമ്പോ വിളിക്കാം. മതി, ഞങ്ങൾ എപ്പോഴും റെഡി. ഓൾവേസ് അറ്റ് യുവർ സർവീസ്. പടക്കം പൊട്ടിച്ചു എന്ന് കരുതി ഞങ്ങളത്ര മോശം പിള്ളേരൊന്നും അല്ല കേട്ടോ സാർ. മോശം പിള്ളേർ നന്നാക്കാനുള്ള ചെറിയ വിദ്യകളൊക്കെ എനിക്ക് വശമുണ്ട്. ഞാനേ മാർക്കറ്റിൽ പോവാ. ചേർത്തേ, മുറുക്കാൻ വാങ്ങിക്കാൻ മറക്കല്ലേ. പിന്നെ പുകയെല്ലാം നല്ല നോക്കി വാങ്ങണം. ഓ, സാറ് മുറുക്കുവോ? ഞാൻ മുറുക്കി അഴിക്കുകയോ ഒക്കെ ചെയ്യും. ദാറ്റ്സ് നൺ ഓഫ് യുവർ ബിസിനസ്. അണ്ടർസ്റ്റാൻഡ്? Then get lost. താങ്ക് യു സാർ. പോയോ? ബാത്റൂമിന് കൊളുത്തില്ല അല്ലേ? സാറല്ലേ പറഞ്ഞു സാറിന് അവർക്ക് ഭയങ്കര പേടിയാണെന്ന്. പക്ഷെ സാറിനെ അവർക്ക് പേടിയില്ലല്ലോ. സാറിന്റെ കൂടെ നിന്നതുകൊണ്ട് എന്നെ അവർ പേടിച്ചില്ല. ഞാൻ തനിച്ചായിരിക്കണം. അപ്പൊ എന്നെ ഭയങ്കര പേടിയാ. കുറച്ച് ബിസിയാണ് ഞാൻ. താഴെ കുറച്ച് സാറേ, നമസ്കാരം.
വന്നത്. അപ്പൊ കാസറ്റ് മാറിപ്പോന്ന് ഞാൻ അറിഞ്ഞോ? എപ്പോഴും നിനക്കുള്ളതാ. ഒരു കാസറ്റ് വെക്കാൻ പറഞ്ഞാൽ വേറൊരു കാസറ്റ് എടുത്ത് വെക്കും. ഞാൻ ലൈനിൽ വെച്ചിട്ട് കാസറ്റ് വെക്കാൻ തുടങ്ങിയതാ. അപ്പൊ ഇവള് പറഞ്ഞു കുന്നക്കുടിയുടെ വയലിൻ കച്ചേരി വെക്കാൻ. അപ്പൊ ശ്വേത പറയും അപ്പയത്തെ വെക്കാൻ. ഉടനെ ഇവള് പറയും MS സുബ്ബലക്ഷ്മിയുടെ സുപ്രഭാതം വേണോന്ന്. രാത്രിയാണോ സുപ്രഭാതം വെക്ക? അപ്പൊ ഞാൻ എടുത്ത് ഈ കാസറ്റ് വെച്ചു. ക്രൈം ബ്യൂട്ടീസ് ജെന്നി ജാക്സന്റെ ലേറ്റസ്റ്റ് ആൽബാ. എക്സ്ക്യൂസ് മീ സർ, സാറിനെ ഈ രാത്രി ബുദ്ധിമുട്ടിച്ചതിൽ ക്ഷമിക്കണം. ഞാൻ സത്യം പറയാം, ഞങ്ങൾ തമ്മിലൊരു ബെറ്റ് വെച്ചതാ. സാറ് വൈകുന്നേരം പറഞ്ഞില്ലേ ഞങ്ങളുടെ സഹായം വേണ്ടാന്ന്. അപ്പൊ ഞങ്ങൾക്കൊരു സംശയം, ഞങ്ങൾക്കൊരു ആപത്ത് വന്നാ സാറ് സഹായിക്കുമെന്ന്. അതൊരു പരീക്ഷ. ഇപ്പൊ ഞങ്ങൾക്ക് ഉറപ്പായി സാർ ഞങ്ങളെ സഹായിക്കും. താങ്ക് യു സർ. ഗുഡ് നൈറ്റ് സർ. ചെന്ന് ചാടിക്കൊടുത്തു അല്ലേ? ഇപ്പൊ കാര്യങ്ങൾ ഏതാണ്ട് മനസ്സിലായല്ലോ. ഇവിടെ താമസിക്കുന്ന ഏതെങ്കിലും വീട്ടുകാർ ആ ശബ്ദം കേട്ട് അങ്ങോട്ട് ചെന്നു? സാറ് പുതിയാണല്ലേ, ആ പിള്ളേർ ഇവിടുന്ന് കെട്ടിയടിക്കാൻ പറ്റുമോ? നടപ്പില്ല, പണച്ചാക്കുകളുടെ മക്കളാ. ഇവറ്റകൾ ഹോസ്റ്റലിലായിരുന്നു. അവിടെ എന്തോ പ്രശ്നമുണ്ടാക്കിയപ്പോ വാർഡൻ തെറി വിളിച്ചു. അതിന് പ്രതികാരം എന്ന മട്ടിൽ വാർഡന്റെ മുറിയുടെ മുമ്പിൽ ഇവളുമാര് മൂത്ത് ഒഴിച്ചെന്നാ കേൾക്കുന്നത്. പിറ്റേന്ന് തന്നെ ഹോസ്റ്റലിൽ നിന്ന് പറഞ്ഞു വിട്ടു. പിന്നെ ഇങ്ങോട്ട് കെട്ടിയെടുത്തു. ആ കൂട്ടത്തിലെ കുഞ്ഞുമോളെന്നൊരു സാധനമുണ്ട്. അതിന്റെ തന്ത ഏർപ്പാടാക്കിയതാണ് ആ മറിയാമ്മ ചേട്ടത്തിയെ. മകളെയും കൂട്ടുകാരികളെയും നോക്കാൻ ആ സ്ത്രീയുടെ ജന്മം ഏതാണ്ട് പാഴായി. പക്ഷെ ഒരു കാര്യം കേട്ടോ, എല്ലാം നല്ലോണം പഠിക്കും. അതുകൊണ്ട് ആ പ്രിൻസിപ്പൽ ടീസ് കൊടുത്ത് വിടാത്തത്. ഞാനിവിടെ ഒരു കൂട്ടക്കൊല നടത്തേണ്ടി വരുന്ന ലക്ഷ്യം കാണാനുണ്ട്. എന്റെ സാറേ, നമുക്കെന്ന് പ്രശ്നം. ഇപ്പൊ ആ വീട്ടിന് തീ പിടിച്ചു എന്ന് കരുതുക, കത്തിച്ചാമ്പലായിക്കോട്ടെ എന്ന് വിചാരിച്ചോണം. ഇല്ലെങ്കിൽ ഫയർ സർവീസുകാരുണ്ടല്ലോ, അവരോട് പിടിച്ചിട്ടുള്ളൂ. മനസ്സിലായോ? എടി മമ്മി പോയാ? ചില തട്ടും മുട്ടൊക്കെ കേൾക്കുന്നുണ്ട്. പോയ മട്ടില്ല. എങ്കി വാ. ഈ മുളയുടെ നിൽക്കുന്ന ആറ് കത്തുവതാണ്. ഒരു പേപ്പർ നിർത്തേ. നമ്മുടെ കത്ത് തന്നെ ആവട്ടെ ആദ്യം. Respected sir, അമിതമായ ബലം പിടുത്തം ബ്ലഡ് പ്രഷർ ഉണ്ടാക്കും, നോവസിനെ തളർത്തും. ശ്രദ്ധിക്കുക. സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ലാത്തവർക്ക് ഹൃദ്രോഗം വരാൻ സാധ്യതയുണ്ട്. ഇപ്പൊ ഇത്ര മതിയല്ലേ? എന്നെ സ്വന്തം അലമേലും. സർ എന്താ എന്നോടാ? സാറ് ഞങ്ങക്ക് മാപ്പ് തരണം. മാപ്പ് എന്റെ കയ്യിലില്ല. ചിലപ്പോ ഹിസ്റ്ററി ഡിപ്പാർട്ട്മെന്റിൽ കാണും. ചെന്നെടുത്തോളൂ. അപ്പൊ സാറിന് തമാശ പറയാനൊക്കെ അറിയാം. പിള്ളേരെ, നിങ്ങളോട് തമാശ പറഞ്ഞു നിൽക്കാൻ എനിക്ക് നേരമില്ല, ഒട്ടും താല്പര്യമില്ല. ഇന്നലെ ഇത്തിരി ഓവറായി പോയോന്ന് രാവിലെ എണീറ്റപ്പോ ഒരു സംശയം. അതാ മാപ്പ് ചോദിക്കാൻ വന്നത്. സത്യമായിട്ട് നിങ്ങൾ ക്ഷമ ചോദിക്കാൻ വന്നതാ സാർ. ക്ഷമ ചോദിക്കാൻ തോന്നിയ മനസ്സിനെ ഞാൻ അപ്രീഷിയേറ്റ് ചെയ്യുന്നു. ഊണത്തരം കുറച്ചൊക്കെ ഒരു രസമാണ്. സത്യത്തിൽ ഇന്നലെ എന്റെ സമനില തെറ്റിയ ദിവസമായിരുന്നു. പിന്നെ നിങ്ങളൊക്കെ നല്ലോണം പഠിക്കുന്ന കുട്ടികളാണെന്ന് പറഞ്ഞപ്പോ ദേഷ്യം താനേ തണുത്തു. പിന്നെ അപശ്രുതിയുടെ നാട് എവിടെയാണ്? അപ്പൊ സാറിന്റെ പേര് മറന്നിട്ടില്ലല്ലേ? എന്റെ നാട് കുറുമ്പനാടാണ് സാർ. കുറുമ്പനാട്. ഇയാളുടെ പേരെന്താ? കുഞ്ഞുമോൾ. ഞാൻ ശ്വേത, അഞ്ജന. ഓഹോ. നേരത്തെ ഉണങ്ങി വരേണ്ട ഒരു കിളവിയായിരുന്നു ഞങ്ങൾക്ക് കെമിസ്ട്രിക്ക്. അതൊരു കോണ്ടണ്ടായിരുന്നു. ശ്വേത നോക്കുകയാണെങ്കിൽ വിചാരിക്കും എന്നെയാണെന്ന്, എന്നെയാണെങ്കിൽ വിചാരിക്കും ശ്രുതിയാണെന്ന്. അതിനെ ഓടിക്കാൻ ഞങ്ങൾ കുറെ. പക്ഷെ സാറിന് ഞങ്ങൾക്ക് വളരെ ഇഷ്ടമായി. ഒരു കെമിസ്ട്രി ലെക്ചറർ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇരിക്കണം. എന്താന്ന് വെച്ചാൽ തെളിച്ചു പറയൂ. എനിക്ക് ആംഗ്യ ഭാഷ മനസ്സിലാവില്ല. അത് സാർ. എന്താ ഉറക്കെ പറയൂ. സാർ ബാങ്കിൽ സിപ്പിട്ടിട്ടില്ല. അയ്യോ. ഗുഡ് മോർണിംഗ് സാർ. ഗുഡ് മോർണിംഗ്. In the last class, we were discussing about the cetane number. As I told you, working of a diesel engine differs from that of a petrol engine.
Diesel is then injected into the cylinder in the form of a fine spray when it burns spontaneously. In diesel engines, straight chain hydrocarbons constitute a superior fuel than the branched chain hydrocarbons. The quality of diesel is expressed in terms of cetane. ഗോഷ്ഠി കാണിക്കാനുള്ള സ്ഥലമല്ല ക്ലാസ് റൂം. താല്പര്യമില്ലാത്തവർക്ക് വെളിയിൽ പോവാം. ആർക്കും താല്പര്യമില്ലെങ്കിൽ എല്ലാവർക്കും പോവാം. ഞാൻ ഈ ബെഞ്ചിനും ഡെസ്കിനും ക്ലാസ് എടുത്തോളാം. അണ്ടർസ്റ്റാൻഡ്? ചമ്മീന്ന് അങ്ങ് സമ്മതിക്കണം. പാവം പേച്ചു പൊക്കോട്ടെ എന്ന് വെച്ച് നമ്മൾ അങ്ങ് വിടും. ഇതങ്ങനെയല്ലല്ലോ, നമ്മളെ തോൽപ്പിച്ച് അടങ്ങുന്നുള്ള ഭാവ. എങ്കിൽ പിന്നെ അവനെ കണ്ടിട്ടല്ലേ. കല്യാണം കഴിക്കാത്തതിന്റെ ഫ്രസ്ട്രേഷനും കാണും. എന്ന് തിരിഞ്ഞാലും നല്ല കരുക്ക് പരുവത്തിലുള്ള പെൺപിള്ളേര്. പക്ഷെ എന്ത് ചെയ്യാൻ, സാറായി പോയില്ലേ. എങ്കിലാ കാര്യം പറഞ്ഞു പറയട്ടെ, ആള് ഹാൻസം ഒക്കെ തന്നെയാ. I don't mind loving him. Oh, that's something great of you. Even I don't mind to love him. And me too. എങ്കിൽ election വേണ്ടി വരും. You come with me. You alone. വേണ്ട സർ, ഞാനിവിടെ നിന്നോളാം. ഇരിക്കൂ. നന്നായിട്ടുണ്ട്. എന്ത് സർ? അല്ല, മൊത്തത്തിൽ നന്നായിട്ടുണ്ട്. കുറെ മീശ മുടക്കുന്നുണ്ടോ? എന്റെ ഡാഡിക്ക് നല്ല മീശയുണ്ട് സർ. ഓഹോ, ഈ ഡാഡിയുടെ കയ്യിൽ കോടി എത്ര കാണും? കൂടിയോ? തന്റെ മമ്മി പതിവായി സ്ലീവ്ലെസ് ആണോ ധരിക്കാറ്? സാർ എന്തൊക്കെയാ പറയുന്നേ? അല്ല, തന്നെ പോലുള്ള അമുൽ ബേബികൾക്ക് കൊഞ്ചിക്കാൻ ഒരു സ്ലീവ്ലെസ് മമ്മിയും കയറൂരിവിടാൻ കോടികൾ കൈവശമുള്ള ഒരു ഡാഡിയും കാണും. അതുകൊണ്ട് ചോദിച്ചാ. സാർ ഒരു കമ്മ്യൂണിസ്റ്റ് ആണോ? ഞാൻ എന്തിഷ്ടോ ആവട്ടെ. ഇയാളെന്താ ഹൃദ്രോഗത്തെ പറ്റി റിസർച്ച് വല്ല നടത്തുന്നുണ്ടോ? ഇല്ല സർ. പിന്നെ സെൻസ് ഓഫ് ഹ്യൂമർ ഇല്ലാത്തവർക്കൊക്കെ ഹൃദ്രോഗം വരുന്ന ഏത് പുസ്തകത്തിലാണ് വായിച്ചത്? ഓ അതോ, അത് പണ്ഡിറ്റ്ജിയുടെ ഡിസ്കവറി ഓഫ് ഇന്ത്യ, ആ പുസ്തകത്തിൽ വായിച്ചതാ. പക്ഷേ ആനയെ തോട്ടി കൊണ്ട് നിയന്ത്രിക്കാം, കാളയ്ക്കും പോത്തിനും കുതിരയ്ക്കും ചാട്ട. എന്നാൽ വിഡ്ഢികളെ നിയന്ത്രിക്കാൻ ഇതുവരെ ഉപകരണങ്ങളൊന്നും കണ്ടുപിടിച്ചിട്ടില്ല. പക്ഷേ എനിക്കൊരു വിദ്യ അറിയാം. ഈ ജോലി കിട്ടുന്നവരെ ഞാൻ എന്റെ പാടത്തും പറമ്പിലും ഒക്കെ കിളയ്ക്കുമായിരുന്നു. ഈ തഴമ്പുണ്ടോ? ഇതുകൊണ്ട് നീണ്ടു നിവർന്നൊന്ന് പൊട്ടി തന്നാലുണ്ടല്ലോ, ഈ കണ്ണും മൂക്കും പല്ലും ഒക്കെ പിന്നെ വേർതിരിച്ചെടുക്കാൻ വലിയ പാടായിരിക്കും. മനസ്സിലായോ? ക്ലിയറാണോ? എവിടെ കൈതാ മോളെ, നീ പറഞ്ഞാ ശരി. അങ്ങേറെ അസുഖം അത് തന്നെ. എന്താ ഉണ്ടായത്? ക്ലാസ്സിൽ വെച്ച് ഞാൻ അങ്ങേരുടെ മുഖത്ത് നോക്കാൻ പാടില്ലെന്ന്. അതെന്താ? കോൺസെൻട്രേഷൻ നഷ്ടപ്പെടുന്നത്ര. അയ്യോ, മുന്നിൽ പിടിച്ചിരുത്തിതേ ഇങ്ങനെ കൊറേ നേരം എന്റെ മുഖത്തേക്ക് ഒരു നോട്ടം. ആദ്യമൊന്നും ഞാൻ ഗൗരവം വിട്ടില്ല. പിന്നെ മൂപ്പർ ഉള്ളിൽ പറയാൻ വേണ്ടി ഞാനൊന്ന് സോഫ്റ്റ് ആയി കൊടുത്തു. എന്നിട്ട് നോട്ടം മുഖത്ത് നിന്ന് താഴോട്ട് മെല്ലെ നീങ്ങുന്നു. എഗെയിൻ ബോട്ടം ടു ദ ടോപ്പ്. അത്രയും വരെത്തിപ്പോ ഞാനൊന്ന് ഇളകി. ഒരു പുരുഷൻ ഇങ്ങനെ സൂക്ഷിച്ചു നോക്കുമ്പോ നമ്മൾ പെണ്ണുങ്ങളുടെ കെമിസ്ട്രിയിലുള്ള ഒരു ലഗ്ന, ഞാനങ്ങ് ലഗ്നാവതിയായി. അപ്പൊ പറയാ, എന്റെ കണ്ണും മൂക്കും പല്ലും ഒക്കെ കാണാൻ നല്ല ഭംഗിയാണെന്ന്. അത് മാത്രം അങ്ങനെ പറയത്തില്ല. അത്രയ്ക്ക് മണ്ടനൊന്നും അല്ല സാറ്. എന്റെ അമ്മയാണ് സത്യം. ഞാൻ പറയിപ്പിച്ചാലോ? നോക്കിക്കോ, ഇനിയുള്ള എന്റെ ദിവസങ്ങൾ അതിനു വേണ്ടിയുള്ളതാണ്. ഞാൻ നിന്നെ പ്രേമിക്കുന്നു കുട്ടി എന്ന് പറയിച്ച് ടിപ്പ് നിങ്ങളെ ഞാൻ കേൾപ്പിക്കും. പോരെ? അപ്പൊ ഇവിടുന്ന് ഒരു ലവ് സ്റ്റോറി സ്റ്റാർട്ട് ചെയ്യുന്നു. ഞങ്ങൾ ശ്രുതിയുടെ ഡാഡിയും മമ്മിയും. ഇരിക്കും. നേരിൽ കണ്ടിട്ടില്ലെങ്കിലും ശ്രുതി പറഞ്ഞ് സാറിനെ ഞങ്ങൾക്ക് നന്നായിട്ടറിയാം. ഞങ്ങൾക്ക് അവൾ ഒരേ ഒരു മോളേ ഉള്ളൂ. അതൊന്നായി. എന്തിനാ അറിയാം മക്കള്? ഇത്രയും സ്മാർട്ട്നെസ് ഉള്ള ഒന്നുപോരെ 5 എണ്ണത്തിന്റെ ഫലം ചെയ്യും. പക്ഷേ ഇത്തിരി കുസൃതി കൂടുതലാണോ ഒരു സംശയം. ഏയ്, കുസൃതി കുറവാണ്. ഈ പ്രായത്തിലുള്ള കുട്ടികൾക്ക് കുറച്ചുകൂടെ കുസൃതി ആവാം. എങ്കിൽ അവൾ മറിച്ചാ ധരിച്ചു വെച്ചിരിക്കുന്നത്. 1-2 തവണ സാർ അവളെ ശാസിച്ചെന്നോ. പക്ഷെ അവൾക്ക് സാറിന് ഭയങ്കര കാര്യമാണ്. സാറിനും അവളെ വലിയ ഇഷ്ടമാണെന്നാണ് അവള് പറഞ്ഞത്. ചിലപ്പോൾ ഇതൊക്കെ ദൈവനിശ്ചയമായിരിക്കും. സാർ അവളുടെ അധ്യാപകനായി വന്നതും അവൾക്ക് സാറിനോട് മണ്ണാർക്കാട് ഒരു 100 ഏക്കർ റബ്ബർ, വ്യവസായ സ്ഥാപനങ്ങളാണെങ്കിൽ അനവധി. ബാങ്ക് ബാലൻസ് എത്രയെന്ന് ഞാൻ അങ്ങോട്ട് പറയുന്നില്ല. സാർ അത് കേട്ടാ ചിലപ്പോൾ വരണ്ടു പോകും.
സാറിന്റെ കുടുംബം, സാമ്പത്തിക നില ഇതൊന്നും ഞങ്ങൾ ചിന്തിക്കുന്നേ ഇല്ല. അവളുടെ ഇഷ്ടം അതേ നോക്കുന്നുള്ളൂ. ഇനിയിപ്പോ സാറിന്റെ സൗകര്യം നോക്കി എപ്പോഴാന്ന് വെച്ചാൽ അതങ്ങ് നടത്തിക്കളയാം. കല്യാണം? അതെ, അതിപ്പോ ധൃതിയില്ല, ആലോചിച്ച് പറഞ്ഞാൽ മതി. ഞങ്ങൾക്ക് ഒരേ ഒരു മകളല്ലേ ഉള്ളൂ. അവളിപ്പോ മാനത്തെ അമ്പിളിമാവനെ വേണമെന്ന് പറഞ്ഞാൽ പോലും പിടിച്ചു കൊടുത്തല്ലേ പറ്റൂ. അയ്യോ, മാനത്ത് ആകെ ഒരു അമ്പലമല്ലേ ഉള്ളൂ. അതിനെ പിടിച്ച് നിങ്ങൾ നിങ്ങളുടെ മകൾ കൊടുത്ത ബാക്കിയുള്ളവരെന്ത്? സാറ് ഭയങ്കര തമാശയാണെന്ന് മോള് പറഞ്ഞു. നിങ്ങളിപ്പോ ചെയ്യേണ്ടത് നിങ്ങളുടെ മകളെ പിടിച്ചോണ്ട് പോയി ഒരു മനഃശാസ്ത്രജ്ഞനെ കാണിക്കണമെന്നല്ലേ? ഇങ്ങനെയാണ് സാറിന്റെ സംസാര രീതിയെന്ന് അവൾ പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു. സാറിനോട് അവൾക്ക് ഇഷ്ടം തോന്നാനുള്ള ഒരു പ്രധാന കാരണവും അത് തന്നെ. നിങ്ങളുടെ റബ്ബർ നിങ്ങളുടെ ഇരിക്കേ ഉള്ളൂ. സാറ് മറുത്തൊന്നും പറയരുത്. എനിക്ക് പറയാനുള്ളത് കേട്ടുപോ. സാർക്ക് ഒന്നും പറയണ്ട, ആലോചിച്ച് പിന്നെ പറഞ്ഞാൽ മതി. ആലോചിക്കാനൊന്നുമില്ല. ആലോചിക്കാൻ പറഞ്ഞുണ്ട്. ടീച്ചറോ? ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. എങ്ങനെയുണ്ട് പഠിപ്പൊക്കെ? അതിങ്ങനെ നടക്കും. ഹാഫ് ഇയറിലേക്കിനി അധിക ദിവസമില്ല. കഴിഞ്ഞ ടൈമിന് കുഞ്ഞുങ്ങൾ മാത്സിന് അല്പം വീക്കായില്ലേ? ഇപ്രാവശ്യം ഞാൻ മേക്കപ്പ് എങ്ങനെ ടീച്ചർ? എത്ര ഉഴപ്പിയാലും നന്നായി പഠിക്കുന്നുള്ളതാ ടീച്ചേഴ്സിന്റെ ഇടയിൽ നിങ്ങളുടെ പ്ലസ് പോയിന്റ്. നന്ദൻ സാറിനും ആ അഭിപ്രായ ആണോ? നന്ദൻ സാറിന് ഞങ്ങളെ പറ്റി അങ്ങനെ ഒരു അഭിപ്രായം ഉണ്ടാവില്ലല്ലോ. അഭിപ്രായം മാറാൻ അധികം നേരമൊന്നും വേണ്ടല്ലോ. അത് പറയാനാ ഞാനിപ്പോ വന്നത്. ഇന്ന് ശ്രുതിയുടെ ഡാഡി നന്ദൻ സാറും സംസാരിച്ചല്ലേ? സാർ എന്തോ ചില തീരുമാനങ്ങളൊക്കെ എടുത്തിട്ടുണ്ട്. ആള് വലിയ സന്തോഷത്തിലാ. ചിലരൊന്നും ഇനി കൂടുതൽ പഠിക്കേണ്ടി വരില്ലെന്നാ തോന്നുന്നത്. അതാരാണ് ചിലര്? അത് അവർക്ക് തന്നെ അറിയാലോ. റഹ്മാൻ സാർ ഉണ്ട് മോളില്. നമുക്ക് എല്ലാവർക്കും ഇന്ന് ഡിന്നർ നന്ദൻ സാറിന്റെ വകയാ. ടൗണിൽ നിന്ന് ആള് വന്ന നല്ല കോഴി ബിരിയാണി ഉണ്ടാക്കുന്നുണ്ട്. നിങ്ങൾ ക്ഷണിക്കാനാണ് ഞാൻ ഇങ്ങോട്ട് വന്നത്. അതാണ് ഒരു കോഴി ബിരിയാണിയുടെ മണം എനിക്ക് ഫീൽ ചെയ്തു. ആ, ഇനി നാളെ പഠിക്കാം. എല്ലാവരും വേഗം അങ്ങോട്ട് വാ. ടീച്ചർ നടന്നോ? ഞങ്ങൾ ഇച്ചിരി മേക്കപ്പ് ഒക്കെ ഇട്ട് സുന്ദരമായിട്ട് അങ്ങോട്ട് വരാം. എവിടെ ചെയ്ത? അവള് കുളിക്കുക. ദിവസം 7 പ്രാവശ്യം കുളിക്കും. ബാത്റൂമാനെന്ന് പറഞ്ഞ രോഗമൊക്കെ. എന്താണ് ഈ ക്ഷണത്തിന്റെ പുറകില്? നിന്റെ ഡാഡിയുടെ റബ്ബർ എസ്റ്റേറ്റിലും ബാങ്ക് ബാലൻസിലും സാറ് വീണോ? സാധ്യത ഇല്ലാതില്ല. വീഴുന്നൊരു ഫേസ് കട്ടുണ്ട് മൂപ്പർക്ക്. വരൂ വരൂ വരൂ, ഇരിക്കൂ. ഞങ്ങളുടെ സ്റ്റുഡൻസ് ആണെന്ന് വെച്ച് ഇപ്പൊ ഇരിക്കാം. അല്ലെങ്കിൽ ടീച്ചർ സ്റ്റുഡൻസ് ബന്ധത്തിനൊക്കെ മാറ്റം വരാൻ പോവുകയല്ലേ. ഇരിക്കും. ഇരിക്കേ. സാർ എല്ലാ കാര്യവും ഞങ്ങളോട് പറഞ്ഞു. സാറിന് പെട്ടെന്നൊരു സർപ്രൈസ് ആയിപ്പോയേ. അച്ഛനും അമ്മയും വന്നത് കുട്ടിയുടെ. അച്ഛനൊന്നല്ല, ഡാഡി മമ്മി. ഡാഡിയോ കേടിയോ അതിലല്ല കാര്യം. സാറിന് താല്പര്യമുണ്ട്. അതുകൊണ്ടാണ് ഇങ്ങനെ അടിയന്തരമായ ഒരു മീറ്റിംഗ് വിളിച്ചു കൂട്ടിയത്. കല്യാണം ഇപ്പൊ വേണോ അതോ പഠിത്തം കഴിഞ്ഞു മതിയോ? ഉടനെ വേണമെന്നാണ് സാറിന്റെ അഭിപ്രായം. കാരണം സാറിന്റെ സാമ്പത്തികം കുറച്ച് വീക്കാണേ. ഈ ബാങ്ക് ബാലൻസിലും റബ്ബർ എസ്റ്റേറ്റിലും ഒക്കെ സാറിന് താല്പര്യമുണ്ട്. നിങ്ങളുടെയൊക്കെ ഡാഡി മമ്മി എങ്ങനെയാ? ഇതുപോലെ റബ്ബർ എസ്റ്റേറ്റും ബാങ്ക് ബാലൻസും ഒക്കെ ധാരാളം ഉണ്ടോ? എങ്കിൽ ശ്രുതിയെ മാത്രമല്ല, നിങ്ങൾ എല്ലാവരെയും ഞാൻ കേട്ടാ. അങ്ങനെയാണെങ്കിൽ സൗകര്യമായിരുന്നു. ഞാൻ വന്ന് അവിടെ അങ്ങ് താമസിച്ചാൽ മതിയല്ലോ. ഭക്ഷണം ഉണ്ടാക്കാൻ അറിയാമയുണ്ട്. ഈ വീട് അങ്ങ് ഒഴിഞ്ഞു കൊടുക്കാം. അതെ അതെ. അപ്പൊ ആ വീടിന് മാത്രം വാടക കൊടുത്താൽ മതിയല്ലോ. എന്ത് പറയുന്നു? ഇന്ന് വന്നല്ലോ ശ്രുതിയുടെ ഡാഡി മമ്മി. 3-4 മാസം മുൻപ് ഇതേ ഡാഡി മമ്മി പ്രിൻസിപ്പലിന്റെ റൂമിലുണ്ടായിരുന്നു. അന്നവർ വേറെ ഏതോ കുട്ടിയുടെ ഡാഡി മമ്മി ആയിരുന്നു. അയ്യോ, നേരത്തെ തെറ്റുപറ്റിയതാ. സത്യമായിട്ട് അതിന്റെ ഡാഡി മമ്മിയാ. ആ കാർ അവിടെ നിന്ന് സംഘടിപ്പിച്ചു. ഡാഡിക്കും മമ്മിക്കും വാടക എത്ര കൊടുത്തു? ഡാഡി ടൗണിൽ ടാക്സി ഡ്രൈവർ ആണല്ലോ. അപ്പൊ കൂലിയല്ല, വാടകയാണ്. അതെ അതെ. ആ, ഇരിക്കും. ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അത് കഴിച്ചിട്ട് പോവാം. നേരെ നേരെ. നാരായണ, റബ്ബർ എസ്റ്റേറ്റ് എത്ര ഏക്കർ ഉണ്ടെന്ന് പറഞ്ഞേ? ബാങ്ക് ബാലൻസ് എത്ര ഉണ്ടെന്നാ പറഞ്ഞേ? പോകാൻ പറ്റേ. ഇങ്ങോട്ട് മാറി നിൽക്ക. നീ ആര്? കോളേജിലെ ബ്യൂട്ടിയോ അതോ കോളേജിലെ റൗഡിയോ? നീ എന്താ ഞങ്ങളെ കുറിച്ച് ധരിച്ചേ? നിന്റെ പെറ്റി ട്രിക്സ് വീഴുമെന്നോ? ഒരിക്കൽ നിനക്ക് ഞാൻ വാണിംഗ് തന്നതല്ലേ? സോ അത് ഒരു വാണിംഗ് അല്ലെങ്കിൽ 2 വാണിംഗ്. ഇനി നിന്നെ എന്റെ ക്ലാസ്സിൽ കണ്ടുപോരുന്നു. ഒന്നുകിൽ നീ അല്ലെങ്കിൽ ഞാൻ, ആരെങ്കിലും ഒരാളെ ഈ കോളേജിൽ ഉണ്ടാവും. നിനക്ക് ടി സി ഒന്നും അയച്ചില്ലെങ്കിൽ എന്റെ പേര് നന്ദകുമാര വർമ്മ. കഴുതേ. സാർ, രാത്രിയിൽ ഒരു ഇറങ്ങി പോടോ. എന്താ എന്താ ആ മരം കൊണ്ടും പിന്നെ രസം ഒഴിച്ചോ? ഒന്ന് മിണ്ട തിരിയെടുത്തി. ശ്രുതി, നിക്ക് ഞാൻ വിളിക്കാം. മാറ മോളെ, അതോ പറഞ്ഞ് ചേട്ടത്തി വിളിക്കുന്നത്. ഭയങ്കര ചൂടില്ല. ചേട്ടത്തി വാ, അവളെവിടെ കിടക്കട്ടെ.
കുറെ നേരമായല്ലോ അത് വാതിലടച്ചകത്തിരിക്കുന്നു. ഞാൻ പോയി വിളിക്കട്ടെ? മറിയാമ്മച്ചേടത്തേക്ക് അറിഞ്ഞൂടെ അവളുടെ സ്വഭാവം? വരുമ്പോ വരട്ടെ. എടി മങ്ങിനി, ഞങ്ങൾ ചോറുണ്ടാൻ പോവാ. നിനക്ക് വേണമെങ്കിൽ വാ. എനിക്കൊന്നുമില്ല മങ്ങിനി, ഒന്ന് കളിപ്പിക്കാൻ നോക്കി പിടിക്കപ്പെട്ടു. ചമ്മീൻ അങ്ങ് സമ്മതിക്കേ. ഉശിരുള്ള ആണുങ്ങളുടെ അടുത്ത് വെള്ളത്തിന് നടക്കത്തില്ലെന്ന് ഇപ്പൊ ബോധ്യായില്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞതാ ഇത്രയും ഓവർഡോസ് കളി വേണ്ടാന്ന്. ഇങ്ങനെ ഇപ്പൊ കൈയോടെ പിടികൂടുമെന്ന് കരുതിയോ? എന്നാലും ചീത്ത പറഞ്ഞെടുത്ത് നിർത്തായിരുന്നു സാറിന്. പിന്നെ അടിക്കാൻ കയ്യൊങ്ങിയതിന് അയാൾക്ക് മാപ്പില്ല. ആ പടക്കം അടിക്കാൻ കയ്യൊങ്ങിയെന്നോ? ഈ കുഞ്ഞിന് ചോദിക്കാനും പറയാൻ ആരില്ലെന്ന് വിചാരിച്ച അയാള്. എന്റെ മറിയാമ്മച്ചേർത്തി, റിയൽ മാൻ ഷുഡ് ബി ലൈക്ക് ദാറ്റ്. സാറിന് ദേഷ്യം വന്നപ്പോ കാണാൻ നല്ല രസം ഉണ്ടായിരുന്നല്ലേ? മൂക്കൊക്കെ ചുമന്ന് തുടുത്ത്. എങ്ങനെ ഇപ്പൊ നീ സാറിന്റെ ആളായോ? ആയെന്നും പറയാം, ആയില്ലെന്നും പറയാം. നിനക്കെന്ത് പറ്റി? ഒരു പ്രതിനിധിക്ക് മാപ്പ് കൊടുക്കുന്നത് ഇത് ആദ്യമായിട്ടാണല്ലോ, അതും ആദ്യമായി കരയിപ്പിച്ച ഒരാൾക്ക്. ആ കരച്ചിലിനിടയിലൂടെ ഉള്ളിൽ എന്തോന്ന് വീണുടഞ്ഞോ? ആ പേഴ്സണാലിറ്റിയുടെ മുമ്പിൽ ഒന്ന് പതറിയോ? ആണോ? എനിക്കറിയില്ല. Tell me the truth. You started loving him? Answer my question. Do you love him? I think so. ക്ലാസ് കയറിയില്ലേ? വൈകിട്ട് 5:30 കുറുമ്പനാട്ടേക്കൊരു ഫാസ്റ്റ് ഉണ്ട്. TC കിട്ടിയിരുന്നാല് എനിക്ക് അതേ കയറി ഒന്ന് പോവാമായിരുന്നു. എപ്പോ റെഡിയാവും സർ? അല്ല, ഞാൻ ഒരുപാട് നേരമായി TCക്ക് വേണ്ടി കാത്തു നിൽക്കുന്നു. അപ്പൊ ഞാൻ പോണ്ടേ സർ? സർ പ്രിൻസിപ്പളോട് കംപ്ലൈന്റ് ചെയ്തില്ലേ? എനിക്കറിയാം സാറ് കംപ്ലൈന്റ് ചെയ്യില്ലെന്ന്. കാരണം സാറിന് എന്നെ ഇഷ്ടമാണ്. ഇഷ്ടമുള്ളതുകൊണ്ടല്ലേ സാർ എന്നെ വഴക്കുറന്നെ? അല്ലെ പിന്നെ ഈ കോളേജിൽ 1632 പിള്ളേരെ സാർ വഴക്കുറയായിരുന്നോ? ദാറ്റ് മീൻസ് അവർക്ക് ആർക്കും ഇല്ലാത്ത എന്തോ ഒരു പ്രത്യേകത എനിക്കുണ്ട്. അവരാരെ ശ്രദ്ധിക്കുന്നേക്കാൾ കൂടുതൽ സാർ എന്നെ ശ്രദ്ധിക്കുന്നു. ബിക്കോസ് യു ലൈക്ക് മീ. സാർ ഇടയ്ക്കിടയ്ക്ക് അലമേലിനെ വഴക്കുറയണം. അലമേലിനത് വലിയ ഇഷ്ടാ. ബിക്കോസ് പേടിക്കണ്ട, തല്ലാനും കൊല്ലാനൊന്നുമല്ല. ഒരാളെ വെറുക്കുന്നതാണ് മോശം, സ്നേഹിക്കുന്നതിൽ എന്താ തെറ്റ്? പക്ഷേ ഇതൊക്കെ കുറച്ചുകൂടെ സ്വകാര്യമായിട്ട് ഡിസ്കസ് ചെയ്യുന്നതല്ലേ നല്ലത് എന്ന് എനിക്ക് തോന്നുന്നു. എന്താ, ക്ലോസ് ഫ്രണ്ട്സ് ആവുമ്പോൾ തമ്മിൽ പറഞ്ഞു പോകും, അത് തെറ്റല്ല. പക്ഷേ ക്ലാസ് റൂമിലും വരാന്തയിലും ഇതൊരു വിഷയമാക്കരുത്. ഞാനിവിടുത്തെ സാറായിപ്പോയില്ലേ, അതുകൊണ്ടാണ്. ഒരു കാര്യം ചെയ്യാം, ഈ വീക്കെൻഡിൽ നമുക്കെല്ലാവർക്കും കൂടി ഒരു യാത്ര പോയാലോ? എ പ്ലഷർ ട്രിപ്പ്, ഒരു പിക്നിക്. സംസാരിക്കാൻ ഇഷ്ടം പോലെ സമയം കിട്ടും. എവിടേക്കാണ് സർ? പോകുന്ന സ്ഥലം ഒരു സർപ്രൈസ് ആയിക്കോട്ടെ. ആർ യു പ്രിപ്പയർഡ് ടു കം വിത്ത് മീ? സർപ്രൈസ് നമ്പർ 1, ഇതാണ് നന്ദകുമാരവർമ്മ MSc കെമിസ്ട്രി ജനിച്ചു വളർന്ന വീട്. സർപ്രൈസ് നമ്പർ 2, അതാണ് നന്ദകുമാരവർമ്മയുടെ അമ്മ, കിള്ളിമംഗലം കോവിലകത്ത് പരേതനായ മോഹനവർമ്മയുടെ ധർമ്മപത്നി. അമ്മേ, എന്റെ കോളേജിലെ കുട്ടികളാ. ഇവർക്കൊരു ദിവസം രാവിലെ ഉറക്കം വന്നിട്ട് ഒരു മോഹം, അമ്മയൊന്ന് കാണണം. എന്നാ പിന്നെ അങ്ങനെ ആയിക്കോട്ടെ ഞാനും വിചാരിച്ചു. വരണ വിവരത്തെ ഒന്ന് അറിയിച്ചൂടായിരുന്നോ നന്ദ? പെട്ടെന്നുണ്ടായ മോഹമില്ലമ്മേ, എങ്ങനെ അറിയിക്കാനാ?
ചായ ഉണ്ടാക്കാൻ പാലൊക്കെ ഉണ്ടല്ലോ ഇല്ലേ ചമ്മലാണ് കറവക്കാരെ കേശരി ഇന്നും ഇങ്ങോട്ട് കണ്ടതേ ഇല്ല കുഴപ്പമില്ല അതുവരെ കറന്നു വാ വരും മക്കളെ. ഭാവിയിലെ അമ്മായിയമ്മയല്ലേ, വേണമെങ്കിലും ഒന്ന് കാലിൽ വീണ് അനുഗ്രഹം വാങ്ങിച്ചോ. വാങ്ങിയേക്കല്ലേ. ഈ കുട്ടി എന്താ കാണിക്കണത്? അത് ആ കുട്ടിയുടെ ഒരു ശീലമേ. പ്രായമായ ആരെ കണ്ടാലും ആ കുട്ടി ഉടനെ കാൽക്കൽ വീഴും. ഇപ്പോഴത്തെ കാലത്ത് ഇങ്ങനെയും കുട്ടികളോ? പിന്നെ എന്റെ സ്റ്റുഡൻസിനെ പറ്റി അമ്മ എന്താ ധരിച്ചു വെച്ചിരിക്കുന്നത്? ആ ഉമ്മ അകത്തുണ്ട്. ഓ എപ്പോ വന്നോളൂ. ഒറ്റയ്ക്ക് ഇവിടെ വരെ നടന്നൊന്നുമില്ലേ? ആ ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ. ഇതാണ് ഞാൻ പറയാറുള്ള വാനര സംഘം. ഇത് ലീഡർ അലമേലു. ഇതാണ് സർപ്രൈസ് നമ്പർ 3 ഉമാ മഹേശ്വരി, എന്റെ അമ്മാവന്റെ മകള്. എന്നുവെച്ചാൽ സാക്ഷാൽ മുറപ്പൻ. ഇവള് ജനിച്ച ഉടനെ എന്റെ അമ്മയും ഇവളുടെ അച്ഛനും കൂടെ പറഞ്ഞുറപ്പിച്ചതാണ് ഉമ നന്ദകുമാറിന്റെ പെണ്ണാണ്. 4 വർഷം മുമ്പ് ചിങ്ങമാസത്തിലോ നടക്കുന്നതായിരുന്നു. ബട്ട് ഫേറ്റ് സ്ട്രോക്ക് വന്ന് ഉമ്മയുടെ വർഷം പറഞ്ഞു. ചീറ്റി മോളെ, നിന്റെ പ്രേമം ചീറ്റി. അതിന് ഇവളോട് ആര് പറഞ്ഞു സാറിനെ കയറി പ്രേമിക്കാൻ? ഇനിയിപ്പോ ഇത് വിട്ട് മറ്റേതെങ്കിലും സാറിനെ പ്രേമിക്കാന്ന് വെച്ചാ അതിനെ പറ്റി ആരും ഇപ്പൊ കോളേജിൽ ഇല്ല താനും. എന്താണ് ഇവിടെ തമാശ? രസമുള്ളതാണെങ്കിൽ പറഞ്ഞ ഞങ്ങളും കേൾക്കട്ടെ. ആകെ മൊത്തം തമാശ സാർ. ശ്രുതിക്ക് ഈ പ്രകൃതി ഭംഗിയൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടായിത്ര. ആർക്കും ഇഷ്ടപ്പെടും. എനിക്ക് ഒത്തിരി നൊസ്റ്റാൾജിയുള്ള സ്ഥലമാണ്. ആ കുന്നു കണ്ടോ? അതിനപ്പുറത്ത് പുഴ. വൈകും വരെ പുഴയിൽ കുളി. പുഴയ്ക്ക് അക്കരെ ഹനുമാൻ ക്ഷേത്രം. സാറും ഹനുമാനും തമ്മിൽ കുഞ്ഞുമോൾക്കുള്ള അത്ര സമയമില്ല. പോയിട്ട് കഴിഞ്ഞാൽ ഈ പാടം നിറയെ പച്ചക്കറികളായിരിക്കും. വെള്ളരിക്ക, മത്തൻ, വെണ്ട, അങ്ങനെ. രാത്രിയിൽ പിഞ്ചു വെള്ളരിക്ക തിന്നാൻ കുറുക്കന്മാർ വരും. കുറുക്കന്മാരെ ഓടിക്കാൻ ഞങ്ങൾ കുട്ടികൾ പന്തൽ കെട്ടി കാവലിരിക്കും. രാത്രി ഉറക്കം വരും. ഉറക്കം വരാതിരിക്കാൻ പന്തലിൽ നാടകം കളിക്കും. വെള്ളരി നാടകം കേട്ടിട്ടുണ്ടോ? ഇല്ല. എന്നാൽ അങ്ങനെയൊന്നും ഉണ്ട്. ഞാനായിരുന്നു സ്ഥിരം പെൺവേഷം, പാഞ്ചാലി. ഉമ്മയ്ക്ക് ഓർമ്മയുണ്ടോ ഇതൊക്കെ? ചെറിയൊരു ഓർമ്മ. അന്ന് തൊട്ടേ ഇവളെന്റെ ഫാനാ. അല്ലാതെ അച്ഛന്റെ അനന്തരവനായതുകൊണ്ട് കയറി പ്രേമിച്ചൊന്നുമില്ല. പതുക്കെ. പിന്നെ ഞാൻ എന്നേ സുന്ദരാണെന്ന് കുട്ടിക്കോ? പറയണ്ട നന്ദേട്ടാ, എന്റെ പിന്നാലെ നടന്ന് എന്തിനാ ഒരു ദിവസം ആക്കണത്? ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് പോയാ മതി. എന്നാ നന്നായി. അധ്യാപകൻ വിദ്യാർത്ഥിനികളെ തട്ടിക്കൊണ്ട് പോയി പത്രത്തിൽ വായിക്കും. ഉമ്മയ്ക്ക് ഒരു സന്തോഷമാവുമല്ലോ എന്ന് കരുതി. പിന്നെ ഈ വീട്ടിൽ ഒരു ഒച്ചനൊക്കെ ഉണ്ടാവുമല്ലോ. ഒറ്റ ദിവസം കൊണ്ട് ഫുട്ബോൾ ഗ്രൗണ്ട് ആക്കും ഇവിടെ. ആചാര്യ ജനസുകളാ. അമ്മാവൻ അറിയില്ല അവരെ. ഇപ്പോഴത്തെ പിള്ളേരല്ലേ എന്താ? കുറച്ചൊക്കെ കളിതമാശകൾ നല്ലതാ. ആ കുറച്ചൊക്കെ കളിതമാശകൾ നല്ലതാ. ഞാൻ കുടിക്കാൻ എന്തെങ്കിലും എടുക്കട്ടെ? ആ നല്ല ഐഡിയ. എന്താ ശ്രുതി? പാടത്ത് കുറച്ച് പണിക്കാർ നിൽക്കുന്നുണ്ട്. ഞാനൊന്നും കൂടി ചെല്ലട്ടെ. നന്ദന ഇവിടെ തന്നെ കാണൂല്ലോ. ഞാനിവിടെ ഉണ്ടാവും. എന്നാ നിങ്ങളുടെ കാര്യം ചെയ്യും, നേരെ അടുക്കളോട് ചെല്ല്. ഉമ്മ എവിടെ ഉണ്ട്? നീ ഇപ്പോ ശ്രുതി അകത്തേക്ക് ചെല്ല്. എല്ലാവരും കലതമാശയായിട്ട് ഞാൻ എടുത്തിട്ടുള്ളൂ. അങ്ങനെ മതി ശ്രുതി. പറഞ്ഞാൽ മനസ്സിലായോ? ലെസൺസ് പഠിപ്പിക്കുന്ന ക്ലാസ്സിൽ മാത്രം മതി. ശ്രുതി ഇങ്ങനെ ഇൻഡിഫറന്റ് ആയാലോ? ഉമ്മയ്ക്ക് എന്തെങ്കിലും തോന്നൂലേ? എന്റെ കാര്യം ഞാൻ നോക്കിക്കോളാം. എല്ലാം ശ്രുതിക്ക് നേരിട്ട് ബോധ്യപ്പെട്ടിട്ടോ എന്ന് കരുതിയാണ് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് വന്നത്. മനസ്സിൽ ഇനി എന്തെങ്കിലും ബാക്കിയുണ്ടെങ്കിൽ അത് ഇവിടുന്ന് പോകുമ്പോൾ തീരണം. ശ്രുതി എന്നും എന്റെ പ്രിയപ്പെട്ട സ്റ്റുഡന്റ് ആയിരിക്കണം. നല്ല ഫ്രണ്ട് ആയിരിക്കണം. ഓക്കെ, ഇങ്ങോട്ട് നോക്ക്. ബി ചിയർഫുൾ. കോളേജിൽ പഠിപ്പിക്കാൻ തുടങ്ങിയത് പിന്നെ നന്ദേട്ടന് ഗൗരവം കൂടിയത്. ക്ലാസ്സിലെങ്ങനെയാ? ഗൗരവത്തിൽ തന്നെയാ? ഗൗരവം കാണിച്ചിട്ട് തന്നെ ഞങ്ങൾ സാറിന്റെ തലയിൽ കയറി നിരങ്ങുക. അത് ചുമ്മാ. നിങ്ങളൊക്കെ നല്ല കുട്ടികളല്ലേ? അങ്ങനെ തോന്നിക്കും. നന്ദേട്ടന് നിങ്ങളെയൊക്കെ വലിയ കാര്യാ എന്ന് സാർ പറഞ്ഞോ? അങ്ങനെ ആവാൻ യാതൊരു സാധ്യതയില്ലല്ലോ. അല്പം കുസൃതി കാണിച്ചാലും നന്നായിട്ട് പഠിക്കുന്ന കുട്ടികളെ സാറുമാർക്ക് ഇഷ്ടാവും. മോളെ നീ കിടക്കാൻ നോക്ക്, പുറത്ത് നല്ല തണുപ്പുണ്ട്. സാരമില്ല അച്ഛാ, അച്ഛൻ കിടന്നോളൂ. ഞാൻ ഇവരുടെ കൂടെ കുറച്ചു നേരം ഇരിക്കട്ടെ. ചേച്ചി, ഏത് രാഷ്ട്രങ്ങളായാലും കുറെ യുദ്ധം ചെയ്ത് മടുക്കുമ്പോ ഇടയ്ക്കൊരു സമാധാന കരാറിൽ ഒപ്പിടും. പക്ഷെ ഞങ്ങളുടെ കൂട്ടത്തിലുള്ള ചെറിയ ചില നാട്ടുരാജ്യങ്ങൾ ഇപ്പോഴും യുദ്ധം തുടർന്നുകൊണ്ടിരിക്കുക. കുട്ടിക്ക് എന്ത് പറ്റി? ഒന്നും കഴിക്കുന്നില്ലല്ലോ. വന്നപ്പോ തൊട്ട് ഞാൻ ശ്രദ്ധിക്കുന്നതാ, ഒരു മൂഡ് ഓഫ് പോലെ. എന്താ, നിങ്ങളുടെ നാടും വീടൊന്നും ഇഷ്ടായില്ലേ? അതൊന്നുമല്ല, ഒരു തലവേദന. ആണോ? എങ്കിലും ഇത് പറയണ്ടേ? ഇന്ന് ഇവൾക്ക് തലവേദന, മറ്റെല്ലാപ്പോഴും ഇവള് ഞങ്ങൾക്ക് തലവേദന. അധികം ഷൈൻ ചെയ്യണ്ടോ? ചിലപ്പോ യാത്ര ചെയ്തിട്ടാവും. ഞാൻ ബാം എടുത്തു വരാം, അത് പുരട്ടിയാ മാറും. വേണ്ട, ബാം പുറത്തേ മാറില്ല. എങ്കിൽ കുട്ടി കിടന്നോളൂ, ഞാൻ കിടക്ക വിരിച്ചിട്ടുണ്ട്. ശ്രുതി, ശ്രുതി, ശ്രുതി. ചേച്ചി, ശ്രുതിയെ കണ്ടോ? ഇല്ല. അവളിത് എവിടെ പോയി?
ഉണർന്ന് നോക്കുമ്പോ അവളും ഇല്ല, അവളുടെ ബാഗും ഇല്ല. എന്താ ഉണ്ടായേ? അറിയില്ല. അവക്ക് വട്ട പോയി കാണും. ആഹാ, വന്നോ? മറ്റുള്ളവരൊക്കെ ഇവിടെ? അയ്യോ, ഇങ്ങ് വന്നേ. എന്ത് ന്യായം പറഞ്ഞാലും നീ ആരോടും പറയാതെ ഇറങ്ങി പോകുന്നത് ശരിയായില്ല. ആ ചേച്ചി എന്തുമാത്രം അപ്സെറ്റ് ആയെന്ന് അറിയാമോ? അവർക്ക് എന്തെങ്കിലും സംശയം തോന്നുമെന്നായിരുന്നു ഞങ്ങളുടെ പേടി മുഴുവനും. പിന്നെ എന്തൊക്കെയോ നുണകൾ പറഞ്ഞ് ഞങ്ങൾ തടി തപ്പിയതാ. നിനക്കെന്ത് തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചോ? അതെ, എനിക്ക് ഭ്രാന്താണ്. നിങ്ങൾ എല്ലാവരും കൂടെ അവിടെ വെച്ചാൽ ശരിക്കും ഭ്രാന്ത് വെക്കില്ലേ? ഇതിനേക്കാളും വലിയ തമാശകളൊക്കെ നീ സ്പോട്ടിഫായിട്ട് എടുത്തിട്ടില്ലേ? നീ മാത്രമല്ല, നമ്മൾ എല്ലാവരും. ഇതെനിക്ക് തമാശയായിട്ട് എടുക്കാൻ പറ്റില്ല. സാറിന്റെ ബാക്ക്ഗ്രൗണ്ട് ഒന്നും അറിയാതെ കയറി ഹെഡ് ചെയ്യാൻ ഇവളോട് ആരെങ്കിലും പറഞ്ഞോ? നാളും ജാതവും നോക്കിയാണോ ഒരാൾക്ക് ഒരാളോട് ഇഷ്ടം ഉണ്ടാകുക? ഇഷ്ടപ്പെട്ടു പോയി, അതൊന്നും വേണ്ടെന്ന് വെക്കണം. സാറും ചേച്ചിയും തമ്മിലുള്ള ബന്ധം നമ്മൾ കണ്ടതല്ലേ? ശ്രുതി, അത് മനസ്സിലാക്കിയ അവരൊന്നാകണമെന്നേ മനസാക്ഷിയുള്ള ആരും ചിന്തിക്കൂ. എനിക്ക് മനസാക്ഷി ഇല്ല. എല്ലാത്തിനും കൂട്ടുനിന്നിട്ട് അവസാനം എനിക്കൊരു വിഷമം വന്നപ്പോ എന്റെ ഭാഗത്ത് ആരുമില്ല. എല്ലാത്തിനും ചേച്ചിയും സാറും ചേച്ചിയും സാറും. നിനക്കേ അസൂയ. അതെ, എനിക്ക് അസൂയ. ആർക്കാ ഛേദം? ഐ ആം ജെലസ്. യെസ്, ഐ ആം ജെലസ്. You bloody cheats.